ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ആ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. എന്താണത്? സെപ്റ്റംബർ മാസത്തിലെ PSCയുടെ കലണ്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം ഏതൊക്കെ ദിവസങ്ങളിലാണ് PSCയുടെ വരാനിരിക്കുന്ന പരീക്ഷകൾ എന്നുള്ളത് വന്നിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. ഈ പരീക്ഷാ കലണ്ടറിലെ സ്ഥിരീകരണം നൽകേണ്ട തസ്തികയിലേക്ക് സ്ഥിരീകരണം രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിന് അവരുടെ കത്തിടപാട് നടത്തേണ്ട വിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ എടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇതിനെ പ്രൊഫൈൽ കത്തിടപാട് നടത്തേണ്ട വിലാസത്തിൽ സ്വയം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം മാത്രം സ്ഥിരീകരണം രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഒരു ഇൻട്രോ ആയിട്ട് കൊടുത്തേക്കുന്നത്. സാധാരണ അവിടെ പ്രത്യേകിച്ചുള്ള സ്ഥിരമായിട്ടുള്ള ഇൻട്രോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് ഓരോന്ന് നോക്കാം. ടെക്നിക്കൽ PSC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫിറ്ററിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാണ് വന്നേക്കുന്നത്? 1/9/2026 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും കാത്തിരുന്ന ടെക്നിക്കൽ PSC ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന അല്ലെങ്കിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരുന്നത് കാത്തിരുന്ന ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്. ഏകദേശം 75,000 പേരോളം ആപ്ലിക്കൻസ് ഉള്ള പരീക്ഷയാണ്. പരീക്ഷ വരാൻ പോകുന്നത് 5/9/2026 സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഒരു പരീക്ഷ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ വെൽഡർ വരുന്നുണ്ട്, ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, അങ്ങനെ ഒരു പരീക്ഷ വരുന്നുണ്ട്. 33,000-ഓളം അപേക്ഷകളുള്ള ഒരു പരീക്ഷയാണ്. 9/9/2026 ബുധനാഴ്ചയാണ് ആ ഒരു പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഇനി താഴെ വരികയാണെങ്കിൽ നമുക്ക് പ്രധാന പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. ഓരോ ജില്ലാടിസ്ഥാനത്തിലുള്ള പരീക്ഷയാണ്. അത്യാവശ്യം ആപ്ലിക്കൻസ് ഉള്ള ഒരു പരീക്ഷയാണ്. ആ ഒരു പരീക്ഷ വരുന്നത് 12/9/2026 എന്നുള്ള ആ ഒരു ഡേറ്റിലാണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയാണ് വരാനായിട്ട് പോകുന്നത്. ഏതാണ്? അസിസ്റ്റന്റ് ജയിലർ. നമ്മുടെ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ പാർട്ടായിട്ടുള്ള അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന ആ ഒരു പരീക്ഷയാണ്. ഈ ഒരു ഡിഗ്രി പ്രിലിംസിന്റെ പാർട്ടായിരുന്നു. മെയിൻസ് എക്സാം ആണ് വരാനായിട്ട് പോകുന്നത്. 14/9/2026 തിങ്കളാഴ്ച ദിവസം, മിക്കവാറും രാവിലെയാണ്, തിങ്കളാഴ്ച ദിവസമായിരിക്കും ഈ ഒരു പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VF എന്ന് പറയുന്ന 10-ാം തരത്തിൽ നിലവാരമുള്ള LD ക്ലർക്കിന്റെ സെയിം സിലബസ് ഉള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജില്ലാടിസ്ഥാനത്തിലുള്ള പരീക്ഷയാണ്. പരീക്ഷയുടെ തീയതി വരുന്നത് 19/9/2026 ശനിയാഴ്ച ദിവസമാണ് ഈ ഒരു പരീക്ഷ വരാനായിട്ട് പോകുന്നത്. ആ പരീക്ഷയുടെ കൺഫർമേഷൻ ശ്രദ്ധിക്കുക. 23/6, അതായത് ഇന്ന് തൊട്ട് 12/7 വരെ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷകളുടെയും ആ ഒരു സ്പാനിലാണ് അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ്. കൺഫർമേഷൻ ഞാൻ പറഞ്ഞില്ല. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ 23 തൊട്ട് 12 അടുത്ത മാസം 12-ാം തീയതി വരെയാണ് കൺഫർമേഷൻ ഉള്ളത്. സോ അതിനായിട്ട് 12-ാം തീയതി ആവാനായിട്ട് ആരും വെയിറ്റ് ചെയ്യേണ്ട. ഇന്ന് തന്നെ നിങ്ങൾ പോയി കൺഫർമേഷൻ കൊടുക്കുക, ഈ എക്സാമുകളൊക്കെ അപ്ലൈ ആയിട്ടുള്ളതാണെങ്കിൽ. സോ VF എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ആപ്ലിക്കൻസ് ഉള്ള ഒരു പരീക്ഷയാണ്. എല്ലാ ജില്ലകളിലും ആപ്ലിക്കൻസും ഉണ്ട്, അത്യാവശ്യം തന്നെ ആപ്ലിക്കൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 84,258 പേരാണ് അവിടെ ആപ്ലിക്കൻസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റ് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ലബോറട്ടറി അസിസ്റ്റന്റ് ഉണ്ട്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ 2,366 പേരാണ് അത് അപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ വരികയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ആപ്ലിക്കൻസ് ഉള്ളത് ഒരു ക്ലർക്ക്, SC/ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പരീക്ഷ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുന്നുണ്ട്. ക്ലർക്ക് വേരിയസ് ആണത്. അവിടെ 63,555 പേരാണ് അവിടെ ആപ്ലിക്കൻസ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇനി മറ്റു പരീക്ഷകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തെ അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് MLA ഹോസ്റ്റലിലെ അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് എന്നുള്ള ആ ഒരു പരീക്ഷ വരാനായിട്ട് പോകുന്നുണ്ട്. 26-ാം തീയതിയാണ് ആ ഒരു പരീക്ഷ. 37,067 പേരാണ് ആ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി ആണ്. 12,477 ആപ്ലിക്കൻസ് ആണ് ഉള്ളത്. പരീക്ഷ വരുന്നത് 26/9/2026 ആണ് ആ ഒരു പരീക്ഷ വരുന്നത്. ഇനി ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടുള്ള ഒരു ലബോറട്ടറി അസിസ്റ്റന്റ് വരുന്നുണ്ട്. അതും വരുന്നത് 26/9/2026 എന്നുള്ള ഡേറ്റിലാണ്. കോമൺ പരീക്ഷയായിരിക്കും. 7,816 അപേക്ഷകർ ആ ഒരു പരീക്ഷയ്ക്കുണ്ട്. ഇനി മറ്റൊരു NC എക്സാം കൂടിയുണ്ട്. അതേ ഡേറ്റിൽ തന്നെയാണ്, കോമൺ എക്സാം ആയിരിക്കും. അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് MLA ഹോസ്റ്റൽ എന്നുള്ളതാണ്. 1,535 അപേക്ഷകരാണ് ആ ഒരു പരീക്ഷയ്ക്കുള്ളത്. ഇനി മറ്റൊരു ഡിഗ്രി ലെവൽ എക്സാം കൂടി വരികയാണ്. ഈ ഒരു ഡിഗ്രി പ്രിലിംസിന്റെ പാർട്ടായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് എക്സൈസ് ഇൻസ്പെക്ടർ. അതോടൊപ്പം തന്നെ ഒരു ബൈ ട്രാൻസ്ഫറും ഉണ്ട്. ഡേറ്റ് വരുന്നത് 28/9/2026 എന്നുള്ള ആ ഒരു ഡേറ്റിലാണ് ആ ഒരു എക്സാം വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറയുന്നത് KSEB ഇലക്ട്രിസിറ്റി വർക്കർ എന്നുള്ളതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് PSC ഇതിൽ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്.
അപ്പോൾ എക്സാം എന്നാണെന്ന് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. ബുധനാഴ്ച ദിവസമാണ് സെപ്റ്റംബർ 30 ആ ഒരു പരീക്ഷ വരുന്നത്. സോ എന്താണ് ഇതിന്റെ അപേക്ഷകരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ മൊത്തം ഏകദേശം 30,000-ത്തിനടുത്ത് അപേക്ഷകരുള്ള ഒരു പരീക്ഷയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. സിലബസ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. സിലബസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ITIയുടെ ഇലക്ട്രിസിറ്റി, ഇലക്ട്രീഷ്യൻ, വയർമാൻ അങ്ങനെയുള്ള പോസ്റ്റുകളിൽ വിളിക്കുന്ന ആ ഒരു സെയിം സിലബസ് തന്നെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പരീക്ഷകൾ എന്ന് പറയുന്നത്. സെപ്റ്റംബർ മാസം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഡിഗ്രി മെയിൻസുകളായ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ സബ് ഇൻസ്പെക്ടറോ കമ്പനി ബോർഡ് അസിസ്റ്റന്റോ ഒന്നും SBCAD പോലെയുള്ള പരീക്ഷകളൊന്നും വന്നിട്ടില്ല. ഒരു പക്ഷേ അത് ഒക്ടോബറിലായിരിക്കും ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഈ ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം കലണ്ടറും കൂടി നമുക്ക് വരാനുണ്ട്. ഒരു പക്ഷേ VFA പരീക്ഷ എല്ലാ ജില്ലകളിലും ഒരു ഘട്ടം ആവാനുള്ള ചാൻസ് ഒന്നും ഇല്ല. വേണമെങ്കിൽ അത് പല ഘട്ടങ്ങളായിട്ട് നടത്താനുള്ള ചാൻസ്, ഒക്ടോബറിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി മെയിൻസ് എക്സാമുകളെല്ലാം പ്രധാനപ്പെട്ട മെയിൻസ് എക്സാമുകളെല്ലാം ഒക്ടോബറിലോ അല്ലെങ്കിൽ നവംബറിലോ ഒക്കെ തന്നെയായിരിക്കും. സോ എല്ലാവരും പഠനം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെ ഇപ്പോൾ BFAയുടെ കാര്യം പറയുകയാണെങ്കിൽ KSEBയുടെ ഇലക്ട്രിസിറ്റി വർക്കിന്റെ കാര്യങ്ങളും CCയിലും എല്ലാത്തിൻ്റെയും ബാച്ച് സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അപ്പോൾ നമ്മുടെ ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.